കോഴിക്കോട്ടെത്തുന്നവർക്ക് ഒരു അത്ഭുതമായിരുന്നു കല്ലാഴിപ്പുഴ. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ചെളി നിറഞ്ഞ മൺതിട്ടകളാണ് അവിടെ ആകെയുള്ളത്. ഒഴുക്കും നിലച്ചു. ചെളി നീക്കുന്നതിനുള്ള ടെൻഡറിലും അഴിമതി ഉണ്ടെന്നാണ് കല്ലാഴിപ്പുഴ സംരക്ഷണ സമിതിയുടെ ആരോപണം. കണ്ടൽക്കാടുകളും മീനുകളും നിറഞ്ഞ ഗസലിൻ്റെ താളത്തിലൊഴുകുന്ന കല്ലായിപ്പുഴ. ഒരു കാലത്ത് കവികളുടെ കവിതകളിലും മറ്റും ഇങ്ങനെയായിരുന്നു കല്ലായിപ്പുഴ. എന്നാൽ ഇന്ന് സ്ഥിതി പാടെ മാറി. പുഴ മെലിഞ്ഞ് മരണത്തിൻ്റെ വക്കിലാണ്. അഴിമുഖം മുതൽ കല്ലായിപ്പാലം വരെ ചെളിയും മണ്ണും നിറഞ്ഞ് മൺതിട്ടകൾ രൂപപ്പെട്ടു. പുഴയുടെ ഒഴുക്കും നിലച്ചു. ഇങ്ങനെ പോയാൽ പുഴ താനേ മരിക്കും. നഗരം വെള്ളത്തിലാകും. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ വെള്ളവും ഒഴുകിപ്പോകുന്നത് കല്ലായിപ്പുഴയിലൂടെയാണ്. കനോലി കനാൽ തൊട്ടിട്ട് നമ്മുടെ ദൂരദിക്കുകളിൽ നിന്ന്, അതായത് കിണാശ്ശേരി മാങ്കാവ് തൊട്ടിട്ട് പിന്നോട്ട് പോകുന്ന താഴ്ന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ വെള്ളവും ഒഴുകി കല്ലായിലൂടെ പോകണം. പക്ഷെ കല്ലായിപ്പുഴ എല്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുഴയുടെ തീരത്ത് വ്യാപകമായിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒരു പ്രധാന ഘടകം. ടെൻഡറിലും അഴിമതിയുണ്ടെന്നാണ് സമരസമിതിയുടെ ആരോപണം. 13 വർഷം മുമ്പ് കല്ലായിപ്പുഴ നവീകരണത്തിനുള്ള ടെൻഡർ പ്രവർത്തികൾ ആരംഭിച്ച റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് അന്ന് 3.5 കോടി രൂപ കല്ലായിയുടെ നവീകരണത്തിന് മാറ്റിവെച്ചു. ആ ഫണ്ട് പിന്നീട് ലാപ്സാവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പദ്ധതി നടക്കരുതെന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരും കല്ലായിലുള്ള കയ്യേറ്റക്കാരെ കച്ചവടക്കാരെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരും കല്ലായിലെ കയ്യേറ്റക്കാരും ഒത്തുകൊണ്ട് ടെൻഡർ നടപടികൾ ഇതേപോലെ കൊണ്ടുപോയിട്ട് ടെൻഡർ ആരും എടുക്കാത്ത തരത്തിൽ വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോയിട്ട് കയ്യേറ്റക്കാരായ കച്ചവടക്കാർ ഈ ഉദ്യോഗസ്ഥരടക്കം സഹായിക്കുകയാണെന്നുള്ളതാണ്. കല്ലായിപ്പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടിയില്ലെങ്കിൽ നഗരം വെള്ളത്തിലാകും. വർഷങ്ങളായി പദ്ധതിയുണ്ടെങ്കിലും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓർക്കുക, ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പുഴകൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. വിജയം സായിക്കൊപ്പം വി സോളകൃഷ്ണ, ജനം.